എന്തുകൊണ്ടാണ് ഈ മനുഷ്യരുടെയൊക്കെ കൈകളിൽ നിന്ന് ഒരിക്കലും മാറാത്ത വിധത്തിൽ ഈ ജപമാല ഒട്ടിച്ചേർന്നിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴും. പല പ്രയാസങ്ങളിൽ നിന്നും ഈ മനുഷ്യർ രക്ഷപ്പെട്ടിട്ടുള്ളത്, പല പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടുള്ളത് ഈ പരിശുദ്ധ ജപമാലയുടെ ശക്തിയാലാണെന്നുള്ളതാണ് സത്യം. ഇന്ന് ഒക്ടോബർ 7-ാം തീയതി പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കണം, ഇത് വലിയൊരു നന്ദി സൂചനയുടെ തിരുനാളാണ്, നന്ദി പ്രകാശനത്തിൻ്റെ തിരുനാളാണ്, കൃതജ്ഞതയർപ്പണത്തിൻ്റെ തിരുനാളാണ്. സ്വർഗം തന്ന പരിശുദ്ധ മാതാവ് വഴി ലഭിച്ച വലിയ സംരക്ഷണത്തിൻ്റെ ഓർമ്മയായിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുക. ഒട്ടോമൻ തുർക്കികളുമായിട്ടുള്ള വലിയൊരു യുദ്ധം വരുന്നു, ലോകം മുഴുവൻ വിധിയെഴുതുന്നുണ്ട്, ഇവർ തോറ്റുപോകും. ഇതോടുകൂടെ ക്രൈസ്തവ ജനത നാമാവശേഷമാകും. അതുപോലെ ശക്തമായൊരു സൈന്യത്തിൻ്റെ മുൻപിലേക്ക് ബലിക്കുഞ്ഞാടുകളെ കണക്ക് നിങ്ങൾ എന്തിനാണ് ചെന്ന് കൊടുക്കുന്നതെന്ന് പലരും ചോദിച്ചതാണ്. തോറ്റോടുമെന്ന് ഉറപ്പിച്ചൊരു യുദ്ധത്തിന് മുൻപായിട്ട് പിയൂസ് 5-ാമൻ പാപ്പ സഭയിലെ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ലോകത്തെവിടെയൊക്കെ ക്രിസ്ത്യാനികളുണ്ടോ, കത്തോലിക്ക വിശ്വാസികളുണ്ടോ, അവരെല്ലാവരും കൈകളിൽ ജപമാലയെടുക്കണം. ദിവസത്തിൽ ഒരു സെക്കൻഡ് പോലും മുടങ്ങാത്ത വിധത്തിൽ എവിടെയെങ്കിലും, ലോകത്തെവിടെയെങ്കിലും ജപമാല അർപ്പിക്കപ്പെടണം നിരന്തരമായിട്ട്. ഒരു കണ്ണി പോലും പൊട്ടിപ്പോകാത്ത വിധത്തിൽ, ഒരു സെക്കൻഡ് പോലും ഇടവിടാത്ത വിധത്തിൽ ഇങ്ങനെ ജപമാല ലോകത്തെവിടെയെങ്കിലും അർപ്പിക്കപ്പെടണം. കത്തോലിക്ക വിശ്വാസികളായിട്ടുള്ള എല്ലാ മനുഷ്യരും ജപമാല എടുത്ത് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു ദിവസമായിരുന്നു അന്ന്. ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ഒട്ടോമൻ തുർക്കികളെ സഭാ സൈന്യം പരാജയപ്പെടുത്തുന്നുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ നാമാവശേഷമായി പോകാമായിരുന്നൊരു ക്രൈസ്തവ സഭ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയിൽ വിജയം വരിച്ച് വെന്നിക്കൊടി പാറിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ നന്ദി സൂചകമായിട്ട് വിജയമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കണമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. അഖണ്ഡ ജപമാലയുടെ തുടക്കം അന്ന് അവിടെ നിന്ന് ആരംഭിച്ചു. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയുടെ തിരുനാളായി ലയോ 13-ാമൻ പാപ്പ ഈ ഒരു തിരുനാൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മളെ വിഴുങ്ങാൻ വരുന്ന പ്രയാസങ്ങളുണ്ടെങ്കിൽ, നമ്മളെ മുന്നോട്ടൊന്നും ഒരുമിച്ച് പോകാൻ തടസ്സം നിൽക്കുന്ന ഭിന്നതകളുണ്ടെങ്കിൽ, നമ്മളെ നിരന്തരം ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികളുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ കയറി അതിനെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുശീലങ്ങളുണ്ടെങ്കിൽ, ജപമാല കയ്യിലെടുക്കുക, ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. വെറുതെ പറയണതല്ല, മനസ്സില്ലെങ്കിൽ പോലും അപ്പനോടും മക്കളോടും ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു നോക്കാൻ പറ. കുടുംബം തിരിച്ചെടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ